BJP പ്രതിനിധി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ അയ്യപ്പ ഭക്ത സംഗമത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ച ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി ഹൈന്ദവ സംഘടനകളും ഭക്തരും വളരെ കൃത്യമായ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത് എന്തിനാണ് എന്നുള്ളത്. ഒരു തരത്തിലും അയ്യപ്പ ഭക്തരോട് ഒരു തരത്തിലും കനിവ് കാണിക്കാത്ത ഒരു സർക്കാരാണ്. നമുക്കറിയാം, ആചാര സംരക്ഷണത്തിൻ്റെ സമയത്തൊക്കെ എടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഇപ്പോഴും പെൻഡിംഗ് ആണ്. അത് അതേപടി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ കോടതി വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിനോട് ആര് പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്? സ്പോൺസർമാരാരാണ്? എങ്ങനെയാണ് ഈ ക്ഷണിതാക്കളെ കണ്ടെത്തുന്നത്? അങ്ങനെ ഈ ഭക്തസംഗമവുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹം പൊതുവെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് BJP ഈ സാഹചര്യത്തെ കാണുന്നത്? ഇത് അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് അയ്യപ്പനും ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസികൾക്കും അപമാനമാണ്. അങ്ങനൊരു സംഗമമല്ല ഇത് ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു വ്യാവസായിക സംഗമമാണ്. എനിക്ക് ഏറ്റവും രസകരമായ കാര്യം, ശബരിമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ നേരിൽ കാണാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് കല്ലും മുള്ളും കാലുക്കുമെത്തേ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഒരു വിശ്രമവും എടുക്കാതെ, അഥവാ വിശ്രമം എടുക്കുകയാണെങ്കിൽ തന്നെ അത് മലയിൽ ഇരുന്നും കിടന്നും ഒക്കെ വിശ്രമിച്ച് അങ്ങനെ വിരിവെച്ച് ശബരിമലയിലെത്തി 18-ാം പടി പൊന്ന് 18-ാം പടി കയറി ഭഗവാനെ കാണുക എന്ന് പറയുന്നതാണ് സായുജ്യം. ഇപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോണേ? ദേവസ്വം ബോർഡും സർക്കാരും പമ്പയിൽ നടത്തുന്ന ഈ സംഗമമുണ്ടല്ലോ, ആ സംഗമത്തിന് പണിക്കർ ട്രാവൽസ്, രമ്യ ട്രാവൽസ്, KSRTC ബസ്, ഇതൊക്കെ അതുമാതിരി വിമാന ടിക്കറ്റ് ഇതൊക്കെ കൊടുത്ത് നിക്ഷേപകരെ കൊണ്ടുവരിക. ഇതൊരു ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള നിക്ഷേപ സംഗമമാണ്. എന്നിട്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? ഈ സംഗമത്തിനെത്തുന്ന ഇവർ പറയുന്ന അയ്യപ്പന്മാർ താമസിക്കുന്നത് റിസോർട്ടുകളിലാണ് വിരിവെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുമരകത്ത്, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഇവരിപ്പോൾ തന്നെ റിസോർട്ടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ സാധാരണ പമ്പയിലും സന്നിധാനത്തിലുമാണ് വിരിവെക്കാറ്. എന്നാൽ സർക്കാരിൻ്റെ ഈ സംഗമത്തിലെ എത്തിക്ക് വരുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് അവർക്ക് കുമരകത്ത് റിസോർട്ടുകൾ, എരുമേലി, മുണ്ടക്കയം, ആങ്ങാമൊഴി എന്നിവിടങ്ങളിലെല്ലാം ഹോം സ്റ്റേകൾ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് അയ്യപ്പ സംഗമമാണോ വ്യാവസായിക നിക്ഷേപ സംഗമമാണോ? ശരണം വിളിക്കാൻ അറിയുന്നവരാണോ ഇവർ? എനിക്ക് ഏറ്റവും അടിത്തട്ടിൽ പറയാനുള്ള, ശരണം വിളിക്കുന്നവരെയെങ്കിലും പങ്കെടുപ്പിക്കണ്ടേ? അതല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഹൈക്കോടതിയുടെ ചോദ്യം വളരെ വ്യക്തമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? ഈ ലക്ഷ്യം പണം ഉണ്ടാക്കുക, പണം അടിച്ചു മാറ്റുക. അതായത് ശബരിമലയുടെ പേരിൽ, ശബരിമല അയ്യപ്പൻ്റെ മറവിൽ പിണറായി സർക്കാരിന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 മെയ് ജൂണിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും അതുപോലെ ഈ നവംബറിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും, ഈ 2 തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതുപോലെ സർക്കാരിന് ഈ നാട്ടിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഫണ്ടുണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെ. അതുകൊണ്ടാണ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം, ഇവർക്ക് ഫണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനായിരുന്നു പദ്ധതിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേന്ദ്രം നൽകിയിട്ടുള്ള സ്വദേശ് ദർശൻ പദ്ധതി, അതിൽ കേന്ദ്രം അനുവദിച്ച 53 കോടി രൂപ ഇവർ നഷ്ടപ്പെടുത്തിയല്ലോ? അതെന്തിനാണ്? കാരണം കേന്ദ്രം വളരെ കൃത്യമായിട്ട് ശബരിമല വികസനത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ സ്വദേശ് ദർശൻ പദ്ധതിയിൽ അനുവദിച്ച പണം എന്തുകൊണ്ട് അവർ നഷ്ടപ്പെടുത്തി? ഒരു ചോദ്യമല്ലേ? ശബരിമല മാസ്റ്റർ പ്ലാൻ ഈ മാസ്റ്റർ പ്ലാൻ കേന്ദ്രത്തിന് കൊടുക്കാൻ ഇവർ താമസിച്ചു. ഇവരത് കൊടുത്തില്ല.
2016 കേന്ദ്രം 100 കോടി രൂപ ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് വേണ്ടി 2016 100 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച കൊണ്ട്, സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് പദ്ധതി പോലും ഇവർ സമർപ്പിച്ചില്ല. അപ്പോൾ അവർ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വേണ്ടിയിട്ടാണോ ഈ വേഷം കെട്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ സംഗമം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? 100 കോടിയിൽ 48 കോടി രൂപ ലാപ്സായി പോയില്ലേ? അങ്ങനെയല്ലേ ആ കണക്ക്? 100 കോടി രൂപ 2016 കേന്ദ്ര സർക്കാർ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം അനുവദിക്കുന്നു. 48 കോടിയും പാഴാക്കി. അതെ 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 അതെ, അപ്പോൾ ഇത് ശബരിമല വികസനത്തിന് വേണ്ടിയാണ് കോടിയാക്കി. ഈ 100 കോടിയിൽ തന്നെ അല്ലെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ 2016 അവതരിപ്പിച്ച 2016 ഇതേ സർക്കാരാണല്ലോ. ഈ സർക്കാർ 2016 100 കോടി കേന്ദ്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേന്ദ്രം കൊടുത്ത 100 കോടി മേടിച്ച് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണ്ടേ? ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയില്ല എന്ന് മാത്രമല്ല, പദ്ധതി പോലും കൊടുത്തില്ല. പദ്ധതി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി സമർപ്പിക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ അതിനുശേഷം അത് ലാപ്സ് ആവുന്നത്. അതിൻ്റെ സംസ്ഥാന ടൂറിസം വകുപ്പ് നോഡൽ ഏജൻസി ആയിട്ടുള്ള ദേവസ്വം ബോർഡ് വഴിയാണ് സ്വദേശ ദർശൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേവസ്വം ഭൂമിയും വനഭൂമിയും തമ്മിലുള്ള അതിർത്തി തർക്കം കാരണം ഇതിൻ്റെ പദ്ധതി തയ്യാറാക്കിയില്ല, പ്ലാൻ തയ്യാറാക്കിയില്ല എന്നാണ് ഇവന്മാർ പറയുന്നത്. DPR കൊടുത്തിട്ടില്ല. അങ്ങനെ വാസ്തവത്തിൽ ഇതിനൊന്നും യാതൊരു താല്പര്യവും കാണിച്ചില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിന്, ഗണപതി കോവിലേക്കുള്ള സുരക്ഷാപാലം, അതിന് 32 കോടി രൂപ, സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ, തീർത്ഥാടകരെ തിരിച്ചുവിടാൻ മാളികപ്പുറത്തു നിന്ന് ചന്ദ്രനാൻ റോഡിലേക്കുള്ള പാലം പണിയുന്നതിന് 40 കോടി രൂപ, ശബരിമലയുടെ പ്രസാദ മണ്ഡപം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ളതും നിശ്ചയിച്ചതും ഒക്കെ ഒരു പദ്ധതിയായിട്ട് അതിൻ്റെ DPR എത്ര കൊല്ലമായി എന്ന് ഇത് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി കേന്ദ്രം അനുവദിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം അനുവദിച്ച വിഹിതം പോലും ചെലവാക്കാൻ ഒരു പദ്ധതി പോലും കൊടുക്കാത്ത ആളുകളാണ് ഇപ്പോൾ സംഗമമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നല്ല രസമല്ലേ കാര്യങ്ങൾ? എനിക്ക് രസകരമായ ഒരു കാര്യം, ഈ സംഗമത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇതൊരു പ്രായശ്ചിത്തമായിട്ട് കണക്കാക്കാമോ എന്നാ പിണറായി വിജയൻ ഉത്തരം പറയണം. ഇത് ഞങ്ങൾ ചെയ്യുന്ന, കാരണം പിണറായി വിജയൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ജ്യോത്സ്യനെ കാണാൻ പോയിരുന്നു എന്നുള്ളത് വേറൊരു ജ്യോത്സ്യൻ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു അത്രേ, ശബരിമല അയ്യപ്പൻ്റെ വലിയ തോതിലുള്ള ശബരിമലയിൽ നിന്നുള്ള ദോഷമുണ്ട്. കാരണം ആ ദിവസത്തിന് ഈ ബിന്ദു അമ്മണിയൊക്കെ കയറ്റിയതിന് പിറ്റേ ദിവസം തൊട്ട് ഈ ചങ്ങാതിക്ക് കട്ടകാലം ആരംഭിച്ചതല്ലേ, ഓരോ സ്ഥലത്തും പെടയല്ലേ. അപ്പോൾ ഇയാൾ പോയി നോക്കിയപ്പോൾ പറഞ്ഞു അത്രേ, അതിനൊരു പ്രായശ്ചിത്തം നടത്തണം. അപ്പോൾ ആ പ്രായശ്ചിത്തമാണ്. പക്ഷേ ഇവിടെ പ്രായശ്ചിത്തം അല്ല, ഇവിടെ പണം ഉണ്ടാക്കാനുള്ള പരിപാടി, അത് വെച്ച് പണം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും രസകരമായ കാര്യം, സനാതനധർമ്മത്തെ അവഹേളിക്കുകയും, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് വൈറസാണെന്നും ആ വൈറസ് എന്ന് പറയുന്നത് കൊറോണ വൈറസിനേക്കാൾ മാരകമാണെന്നും ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞവരാണ് സ്റ്റാലിൻ്റെ മകൻ. ആ മകൻ്റെ അച്ഛനെ, സ്റ്റാലിനെ, നിരീശ്വരവാദിയായ DMKയുടെ നേതാവ്, മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, നിരീശ്വരവാദി ഈ വിശ്വാസി സംഗമത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിനാ? അത് കൊണ്ടുവരുന്നതിനെന്നറിയോ? തമിഴ്നാട്ടിലെ ആൾക്കാരെ കൊണ്ടുവരാനാ. തമിഴ്നാട്ടിലെ വ്യവസായികളെ, ഭക്തന്മാരുടെ പേര് പറഞ്ഞ് തമിഴ്നാട്ടിലെ, അവിടെ പിന്നെ ഭക്തന്മാരൊക്കെ വ്യവസായികളൊക്കെ ഭക്തന്മാരാ. ആ സ്റ്റാലിൻ വരുന്നതോടുകൂടി അവിടുന്ന് വലിയ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ആ ഏർപ്പാടാണ്, അതിനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാന്യ ചന്ദ്രശേഖർജി, രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പറഞ്ഞു, സ്റ്റാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ തടയും. ആദ്യമായിട്ട് ഈ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മിണ്ടാതിരുന്നപ്പോൾ, കോൺഗ്രസ് മിണ്ടാതിരുന്നപ്പോൾ, ഒരക്ഷരം പോലും ഉരിയാടാതിരുന്നപ്പോൾ, ഈ തോന്നിവാസം കാണിക്കുന്നതിനെതിരെ മിണ്ടാതിരുന്നപ്പോൾ, ശബ്ദിക്കാതിരുന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു, സ്റ്റാലിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ തടയും. വിശ്വാസി സംഗമത്തിൽ അവിശ്വാസി എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുക? ഇപ്പം ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വാസ്തവത്തിൽ രസകരമാണ്. ബിന്ദു അമ്മണി എന്താ പറഞ്ഞത്? എന്നെ തടഞ്ഞു. എന്താ കാരണം? ഞാൻ ഈ ആചാരം ലംഘിച്ചു, മല കയറി. പക്ഷേ ആചാരം ലംഘിച്ച് മല കയറ്റാൻ വേണ്ടി എന്നെ കയറ്റിവിട്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി എന്നെ കയറ്റിവിട്ട ആചാരത്തിൽ വിശ്വാസമില്ലാത്ത ഒരു അവിശ്വാസിയാണല്ലോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അയാൾക്കത് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ എനിക്ക് ഇതിൽ പങ്കെടുക്കാമെന്നാണ് ബിന്ദു അമ്മണി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ബിന്ദു അമ്മണി പറഞ്ഞത് എത്ര കറക്റ്റാ. ഈ പിണറായി വിജയന് എന്ത് ധാർമ്മികതയുണ്ട് വിശ്വാസി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ? പിണറായി വിജയൻ സ്റ്റാലിനെ വിളിച്ചു വരുത്തി. സ്റ്റാലിൻ നമ്മൾ തടയുമെന്ന് പറഞ്ഞു, സ്റ്റാലിൻ പോയി. ഇപ്പം മുഖ്യമന്ത്രി എന്ന നിലയിൽ വിശ്വാസി സംഗമം എന്തിനാന്ന് അവർ പറയട്ടെ, പരസ്യമായി പറഞ്ഞോട്ടെ. ഇത് ശബരിമലയുടെ ഒരു നിക്ഷേപ സംഗമമാണ്, വ്യവസായികളാണ് ഞങ്ങൾ വിളിക്കുന്നത്, നമുക്ക് വിരോധമില്ല, വ്യവസായികളെ വിളിച്ചോട്ടെ. അത് എവിടേക്കാണ് വിളിക്കുന്നത്? പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാത്രേ. ഗണപതി ഹോമത്തോടു കൂടിയാണ് തുടങ്ങണേ. ഗണപതി ഹോമം നിരോധിച്ചവരെ ഇവര് പാലക്കാട് സമ്മേളനത്തിൽ സമ്മേളനത്തില് ഇവന്മാരുടെ സമ്മേളനം ഉണ്ടല്ലോ, ആ പ്ലീനത്തിൽ അല്ല അത് രണ്ടാമത്. ആദ്യം എന്താ? ആദ്യം പാലക്കാട് സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്താൻ പാടില്ല, ഗണപതി ഹോമം നടത്താൻ പാടില്ല. എന്നിട്ട് ഈ നേതാക്കന്മാർ ഈ പ്ലീനം കഴിഞ്ഞപ്പോൾ, എനിക്ക് എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, അയാൾ വലിയൊരു CPM നേതാവാണ്. അയാളുടെ വീടിൻ്റെ പാലുകാച്ചലാണ്. ഗണപതി ഹോമം നടത്താനും വയ്യ, CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പം എന്താ ചെയ്തത്? ഇരുട്ടത്തിരുന്ന് ഗണപതി ഹോമം നടത്തുക. ഇങ്ങനെ ഇവരുടെ സ്വന്തം അനുയായികൾ, വിശ്വാസികളായ അനുയായികളെ ഗണപതി ഹോമം നടത്തരുതെന്ന് പറഞ്ഞവർ, അതിനുശേഷം സ്പീക്കറും ബാക്കിയുള്ളവന്മാരും പോയിരുന്ന് ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞ് ഗണപതിയെ അവഹേളിച്ചവർ, ഗണപതിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധം, ഇത് വെറും മിത്താണ്, വിവരമുണ്ടോ? ഈ എലിയുടെ പുറത്ത് ഈ ഗുണ്ടൻ ഈ എലിയുടെ പുറത്തല്ലേ യാത്ര ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഇപ്പൊ അതേ സ്ഥലത്താണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്.